എടാ ദിലീപേട്ടന്റെ കൊലത്തൂക്കായിരിക്കും കൊലത്തൂക്കല്ല, തൊലത്തൂക്കി കഴിഞ്ഞു. പാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഏതാ പാട്ട്? അഴിഞ്ഞാട്ടം അണ്ണൻ തമ്പി വാഴും നാടാണിത്. പോരെ, അത് മതി. അണ്ണനും തമ്പി ഫൈറ്റ് സീക്വൻസ് എങ്ങനെയാണ്? ലാലേട്ടന്റെ ഫൈറ്റ് സൂപ്പർ നല്ല കിട്ടുന്നുണ്ട്. 2 ഫൈറ്റ് ഉണ്ട്. അഴിഞ്ഞാട്ടമുണ്ട്. 2 കോംബോ വർക്കൗട്ട് എല്ലാവരും നല്ല വർക്കൗട്ട് എന്ന് വെച്ചാൽ പാട്ട്, ഫൈറ്റ്, എന്റർടൈൻമെന്റ്. കഥ ലോജിക്കൊന്നും നോക്കരുത്. ഒരു പക്കാ ദിലീപേട്ടൻ ഷോ എന്ന് പറയാം. ഫുൾ ഷോ. അതെല്ലാം പറഞ്ഞ ഒരു വാളയാർ പരമേശ്വരനിൽ CID മൂസയ്ക്ക് ഉണ്ടായ ഒരു സാധനം. ഇങ്ങനത്തെ ഒരു ദിലീപാണ് നമുക്ക് കാണാൻ കാത്തിരുന്നത്. ജനപ്രിയ നായകൻ തന്നെ. പിന്നെ അല്ലാതെ കാണാൻ ഇഷ്ടമില്ലാത്തവര് മാനത്തോട് നോക്കി കുരച്ചോണ്ടിരിക്കട്ടെ. എത്രയേ ഉള്ളു പറയാൻ. ദിലീപേട്ടൻ ഉറപ്പ് തിരിച്ചു കിടിലം പടം. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മറുപടിയാണ് സിനിമ. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം പിന്നെ പറയണ്ടല്ലോ, ഓണ് സാധനം വിഷയം പടം. കണ്ടോണ്ടിരിക്കാൻ സൂപ്പർ ആണ്. ലൈക്ക് എന്റർടൈൻമെന്റ് പക്ക പീക്ക് എന്റർടൈൻമെന്റ്. ലോജിക്, ക്ലൈമാക്സ് എല്ലാം നോക്കി. ലാലേട്ടൻ വരുന്നോളം പിന്നെ പടം അങ്ങ് മാറും. 200 കോടി അടിക്കും. 100 കോടി അടിക്കും. ധ്യാനും വിനീത് സീൻ എല്ലാം പണം തൂക്കി. ക്രിസ്മസ് തൂക്കി. ഒരു രക്ഷയില്ല. എന്തായാലും പോയി ഈ കോംബോ മിസ് ചെയ്യരുത്. എന്തായാലും പോയി കാണാം. ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ല. ലാലേട്ടനും ദിലീപേട്ടനും കൂടെ ചേർന്നുള്ള അഴിഞ്ഞാട്ടമാണ് സാധനം. പോയി കാണാം. ഓ, കമ്പാക്ക് ആണ്. ഒരു രക്ഷയില്ല. പോയി കാണാം. 100 കോടി ഉറപ്പ്. അത്ര കിട്ടില്ല സാധനം. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. പൊളിറ്റിക്കൽ സാധനമാണ്. ഫൈറ്റ് ഉണ്ട്. മോനെ ഒരു രക്ഷയില്ല. ട്രീറ്റ് അത്രയ്ക്ക് അടിച്ചു പൊളിക്കാനുള്ള, തിയേറ്ററിൽ അടിച്ചു പൊളിക്കാനുള്ള സാധനമാണ്. പോയി കാണാം. ജനപ്രിയ നായകന്റെ തിരിച്ചുവരവാണ്. മോഹൻലാലുമായിട്ടുള്ള നല്ല കോമ്പിനേഷൻ സീനാണ്. നല്ല ഉണ്ട്. കാരണം സിനിമ ഒരു പൊതുമാധ്യമമാണല്ലോ. ഒരുപാട് പേരുടെ ആഹാരമാണ് സിനിമ എന്ന് പറയുന്നത്. അതിനെ മാനിച്ചാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. ആ സിനിമ എന്നുള്ള രീതിയിൽ സിനിമ നല്ലതായിട്ടുണ്ട്. അത് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. പക്ഷെ സിനിമയിൽ അല്ലാതെ ഒരുപാട് പേരുടെ ജീവിത മാർഗവും കൂടിയാണ് സിനിമ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടു. കണ്ടതാണ് അങ്ങനെ. ഒറ്റ വാക്കിൽ ബബ്ബ എങ്ങനെ വിലയിരുത്താം? ഒറ്റ വാക്കിലല്ല, 100 വാക്കിൽ പറഞ്ഞാലും സൂപ്പർ 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 ഹിറ്റ്. ബമ്പർ ഹിറ്റ് അടിക്കുമോ പടം? ബമ്പർ ഹിറ്റ് അടിക്കണം. വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടനും ദിലീപും എല്ലാ ആൾക്കാരും എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നായികയെ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് അഴിഞ്ഞാട്ടം തന്നെ അല്ലേ? അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ പോരാ. ഡാൻസ് സ്റ്റെപ്പൊക്കെ ലാലേട്ടനൊക്കെ ഡാൻസ് കളിച്ച് പിന്നെ ആ സ്റ്റെപ്പൊക്കെ എന്താ ആ കാല് വെച്ചുള്ള കളിയൊക്കെ തന്നെ സംഭവിച്ചു കൊടുത്തില്ല. അനുഭവിച്ചു. സത്യം പറഞ്ഞാൽ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് സബ്സിഡിയിൽ മോശമായിരുന്നു. ചെറിയ വലിയ ആഘോഷമായിട്ട് അടിച്ചു വിളിക്കാം, സന്തോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ. ക്രിസ്മസ് മാത്രമല്ല, ന്യൂ ഇയറും ഓക്കെ അടിപൊളിയായിട്ട്. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ ചേട്ടന്റെ തിരിച്ചുവരവാ. ദിലീപേട്ടന്റെ തിരിച്ചുവരവിൽ സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങളെ ചേട്ടൻ കുറ്റക്കാരനല്ല. അതും ഇപ്പൊ സിനിമ വൻ വിജയമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുമൂലം ഒരു വൻ കംബാക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ടീഷർട്ടൊക്കെ ദിലീപേട്ടന്റെ ചേട്ടന്റെ ഫാൻകളാണ്. എങ്ങനെയുണ്ട് ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ സൂപ്പറാ. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് മോളെ ദിലീപേട്ടൻ? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടോ? കൈയടിച്ചോ? എങ്ങനെയുണ്ട് ദിലീപേട്ടൻ? അടിപൊളിയാണ്. ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമോ? ചിലപ്പോ അടിക്കും. ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് ബ്രോ? നല്ല പടമായിരുന്നു. മൊത്തത്തിൽ പ്രതീക്ഷിച്ച് വന്നൊരു ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട് നോ ലോജിക് ഒൺലി മാഡ്നസ്. അത് തന്നെയാണ്. ദിലീപേട്ടൻ ഒരു കംബാക്ക് ആയിരിക്കും. തീർച്ചയായിട്ടും ആയിരിക്കും.